ഏവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിലീസ് ചെയ്യുന്നത് LD ക്ലർക്ക് കണ്ണൂർ ജില്ലയിലെ 1/8/2025 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ്, അതായത് കാറ്റഗറി നമ്പർ 503/2023 റൊട്ടേഷൻ ചാർട്ടാണ്. ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇന്ന് റിലീസ് ചെയ്യുന്നത്. 1/8/2025 നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. 14 ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അതിൽ കണ്ണൂർ ജില്ലയിലെ LDC വേരിയസിലെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്നും അവസാനമായി അഡ്വൈസ് പോയിട്ടുള്ളത് 18/8/2025 അതാണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ള അവസാനത്തെ അഡ്വൈസ്. അതിനുശേഷം ഇനി വരുന്നത് മുഴുവൻ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നുമായിരിക്കും വരിക. നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ അഡ്വൈസ് പരിശോധിച്ചാൽ 18/8/2025 13 മൊത്തത്തിൽ 14 വേക്കൻസികളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത്. 30/7/2025 അവസാനത്തെ അഡ്വൈസ് പോയിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 1/8/2025 മുതൽ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്വൈസുകൾ പോവുക. അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ നില പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റൊട്ടേഷൻ അവസാനിച്ചത് 73 OCയിലാണ്. അതുകൊണ്ട് 74ാമത്തെ റൊട്ടേഷനിലായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ പെൻഡിങ് ഉള്ളത് NJD NC ഒന്നും പെൻഡിങ് ഇല്ല. TPOകൾ 13 TPOകൾ പെൻഡിങ് ഉണ്ട്. അതുകൊണ്ട് ഈ 13 TPOകൾ പോയതിനു ശേഷം മാത്രമേ പുതിയ റൊട്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അതുപോലെ മറ്റൊന്ന് ഇതിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം DA MD കാറ്റഗറിയിൽ നിന്നും ഏകദേശം 7ഓളം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെ പെൻഡിങ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റിൽ 7 DA MD കാറ്റഗറിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ പുതിയ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ റൊട്ടേഷൻ ചാർട്ടിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഇതൊരു ഡെമോ റൊട്ടേഷൻ ചാർട്ടാണ്. PSC റിലീസ് ചെയ്യുന്ന റൊട്ടേഷനുകളായിട്ട് ഇതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഏകദേശം 80-90% മാത്രമേ ഇതിന് ആക്യുറസി ഉണ്ടാവുകയുള്ളൂ. കാരണം ഇതിൽ ഡിലീഷനോ അല്ലെങ്കിൽ നമ്മൾ TPO നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ DA റിസർവേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ മാറ്റം വരാൻ സാധ്യതയുള്ളത് ഓരോ അഡ്വൈസ് വരുമ്പോഴും അതിൻ്റെ വേക്കൻസിക്ക് അനുസരിച്ച് ആണ് ഈ റൊട്ടേഷനുകൾ തയ്യാറാക്കുക. അപ്പോൾ അതിൽ റിസർവേഷൻ കാറ്റഗറിയിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയൊരു മാറ്റം തീർച്ചയായും സംഭവിക്കുകയില്ല. ഇത് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം ഒഴിവുകൾ വന്നാൽ നമ്മുടെ ലിസ്റ്റ് മൊത്തം കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്രത്തോളം ഒഴിവുകൾ വരണം എന്നുള്ളത് നമുക്ക് ഏകദേശം ഇത് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെ ടേണുകൾ ഏകദേശം എത്ര ഒഴിവുകൾ വരുമ്പോഴാണ് നിങ്ങളുടെ ടേണുകൾ ഏകദേശം വരാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് ഈ റൊട്ടേഷൻ നോക്കിയാൽ മനസ്സിലാവും. റൊട്ടേഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ റൊട്ടേഷൻ പ്രകാരമുള്ള റാങ്ക്. അതുപോലെ രണ്ടാമത്തേത് ഇത് ഏത് റൊട്ടേഷൻ പ്രകാരമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ കോളത്തിൽ അത് സപ്ലി ലിസ്റ്റിൽ നിന്നാണോ മെയിൻ ലിസ്റ്റിൽ നിന്നാണോ എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സപ്ലി ആണെങ്കിൽ നമ്മൾ പ്രത്യേക കളർ കോഡായി കാണിച്ചിട്ടുണ്ട്. അതുപോലെ DA റിസർവേഷനുകളും നമ്മൾ പ്രത്യേക യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. നാലാമത്തെ കോളത്തിലാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ള റാങ്ക്. ഉദാഹരണത്തിന് SEC ആദ്യത്തെ SCC വരുന്നത് 574 മെയിൻ ലിസ്റ്റിൽ നിന്നും 574ാമത്തെ ആളാണ്. SCCയുടെ റൊട്ടേഷൻ വരുമ്പോൾ അവർക്ക് ഇവിടെയാണ് അഡ്വൈസ് പോവുക. പിന്നെ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്ന അവരുടെ കാസ്റ്റ് ആണ്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പേര്, ഇങ്ങനെയാണ്. DA കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ പേര് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് റൊട്ടേഷൻ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഈ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് അവരുടെ സ്പെഷ്യൽ വെയിറ്റേജുകളാണ്. അവർക്ക് റാങ്ക് ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന വെയിറ്റേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൊട്ടേഷനിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമ്മളിത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഓരോ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഈ റൊട്ടേഷൻ തയ്യാറാക്കുന്നത്.
തീർച്ചയായും നിങ്ങളുടെ ഒരു കമൻറ്റ്, ലൈക്ക്, അതുപോലെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റൊട്ടേഷൻ ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു നിയമന സാധ്യതാ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുക. നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ഹിന്ദു, നാടാർ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഹിന്ദു, നാടാർ മൊത്തം പോകുന്നത് സപ്ലി ലിസ്റ്റിൽ നിന്നാണ്. ഏകദേശം 125 റാങ്ക് ആയപ്പോഴേക്ക് തന്നെ സപ്ലി ലിസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ആൾ പോയിട്ടുണ്ട്. അതുപോലെ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും കുറവുള്ള ഒരു വിഭാഗമാണ് LC. EWS ഒക്കെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് അധികം EWSന് കൂടുതലായിട്ട് പോകുന്നില്ല. നമ്മുടെ മെയിൻ ലിസ്റ്റിൽ പോകുന്ന അതേ ഒരു ഓർഡറിൽ തന്നെയാണ് EWSലും പോകുന്നത്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ കുറവുള്ള മറ്റൊരു വിഭാഗമാണ് മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പൊതുവെ കുറവായിട്ടാണ് കാണുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ 308 ഒഴിവുകൾ വന്നപ്പോഴേക്കും ഏകദേശം 685 റാങ്കിലുള്ള ആളാണ് മുസ്ലിങ്ങളിൽ നിന്ന് പോകുന്നത്. ഏകദേശം 325 ആയപ്പോഴേക്ക് SC, ST, ധീവര ഇവരൊക്കെ നമ്മുടെ സപ്ലി ലിസ്റ്റിൽ നിന്നും പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ റാങ്ക് ലിസ്റ്റിൽ നിന്നും എല്ലാവരും പോയി കഴിയണമെങ്കിൽ ഏകദേശം എത്ര ഒഴിവുകൾ വരണം എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അവസാനം മനസ്സിലാകും. നമ്മുടെ മെയിൻ ലിസ്റ്റിൽ നിന്നും മുഴുവൻ ആളുകളും പോയി കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് മെയിൻ ലിസ്റ്റ് മൊത്തം തീർന്നു കഴിഞ്ഞാൽ പിന്നെ സപ്ലി ലിസ്റ്റിൽ നിന്നും ആൾക്കാർ എടുക്കുകയില്ല. നമ്മുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുകയാണ് ചെയ്യുക. ഇവിടെ നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള മൊത്തത്തിൽ 816, 18
ഏകദേശം അത്ര ആൾക്കാരാണുള്ളത്. അതിൽ മൊത്തത്തിൽ ആൾക്കാർ പോകണമെങ്കിൽ ഏകദേശം 1146 ഒഴിവുകളാണ് നമുക്ക് ഏകദേശം വരേണ്ടത്. ഇതിൽ നിന്നും ഇനി NJDകൾ, അതായത് ഡിലീഷൻ, അതൊക്കെ പോകാനുണ്ട്. അതൊക്കെ ഡിലീഷനൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. ഡിലീഷനൊന്നും നമുക്കിപ്പോൾ പ്രവചിക്കാൻ വേണ്ടി സാധിക്കില്ല. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.